അഞ്ചിരിപ്പ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിന്ന് അതായത് മാങ്കോസ്റ്റിൻ തൈയെ പറ്റിയാണ്, അതിൻ്റെ ഫ്രൂട്ട്സിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മളിതൊക്കെ കണ്ടുവരുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ കൃതികളിലും, അല്ലെങ്കിൽ അവർ വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഈ എഴുതിയിരിക്കുന്നതും കൃതികൾ എഴുതിയിരിക്കുന്നതും വായിക്കുന്നതും പഠിക്കുന്നതൊക്കെ ഈ മാങ്കോസ്റ്റിൻ്റെ ചുവട്ടിലാണെന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളിത് പൊതുവേ നമ്മളിത് അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. ഇത് പഴങ്ങളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. പോഷകങ്ങളുടെ കലവറയാണെങ്കിൽ ഇതിൽ ഒരുപാടുണ്ട്. ഈ മംഗോസ്റ്റിൻ്റെ ഇതിൽ ഇന്തോനേഷ്യൻ സ്വദേശിയാണ് ഈ മംഗോസ്റ്റിൻ. അതായത് ഇത് ഏറ്റവും നല്ല ദഹനസഹായിയായ ഒന്നാണ്. അതായത് വിശപ്പൊക്കെ നമുക്ക് ധാരാളം ഉണ്ടാകും ഇതിൻ്റെ ഈ ഫ്രൂട്ട്സ് കഴിച്ചാൽ. ഇത് പിന്നെ കണ്ടുവരുന്ന പൊതുവെ ഉഷ്ണമേഖല പ്രദേശങ്ങളിൽ ഇത് കൃഷി ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമാണ്. അതായത് തണുപ്പും ചൂടും കൂടെ കൂടിയ കാലാവസ്ഥകളിലൊക്കെ ഇത് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. പിന്നെ ഇതിലേറ്റവും അടങ്ങിയിരിക്കുന്നത് ജീവകം സി, അത് ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നാരുകളൊക്കെ നമ്മുടെ ദഹന പ്രക്രിയയിലൊക്കെ വളരെയധികം സാധിക്കും. അതായത് ദഹനമൊക്കെ എളുപ്പത്തിലാക്കുന്നതിനൊക്കെ ഇത് സാധിക്കും. പിന്നെ ഇത് യുവത്വം നിലനിർത്തുന്നതിനൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു ഫ്രൂട്ട്സാണ് കേട്ടോ. പിന്നെ മാനസികാരോഗ്യ ഗുണത്തിനൊക്കെ ഇത് നമ്മൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് ഇതിൻ്റെ ഫ്രൂട്ട്സ്. ഇത് ചർമ്മത്തിൻ്റെ, അതായത് നമ്മുടെ ചുളിവൊക്കെ ഉണ്ടാകുന്നതൊക്കെ മാറ്റിയെടുക്കുന്നതിനൊക്കെ ഇത് ഈ ചർമ്മത്തിന് ആരോഗ്യത്തിന് ഉത്തമമായ ഒന്നാണ് ഈ മംഗോസ്റ്റിൻ എന്ന ഫ്രൂട്ട്സ്. പിന്നെ ബുദ്ധിശക്തി, ഓർമ്മശക്തി ഒക്കെ കൂടുന്നതിന് വേണ്ടി ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. തായ്ലൻഡിൻ്റെ ദേശീയ ഫ്രൂട്ട്സാണ് കേട്ടോ ഇത്, ഈ മംഗോസ്റ്റിൻ എന്നത്. കേരളത്തിലെ നദീതീരങ്ങളൊക്കെയാണ് ഇതിന് ഏറ്റവും അനുയോജ്യം എന്നൊക്കെ പറയുന്നത്. കണ്ടില്ല, ഇതെല്ലാം നമ്മൾ ഇത് കണ്ടോ, ഇതൊരു ഗ്രീൻ കളറിലായി കഴിഞ്ഞതിന് ശേഷം ഇതൊരു പർപ്പിൾ കളറിലേക്ക്, നല്ല പർപ്പിൾ കളറാകുമ്പോഴാണ്, കണ്ടില്ല, ഇത് നല്ല പർപ്പിൾ കളറിലേക്ക് ആകുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ പർപ്പിൾ കളറാണ്. ഇത് കണ്ടോ, നല്ല വൈറ്റ് കളറിലെ രീതിയിലായിരുന്നാൽ നല്ല മധുരവും നല്ല സ്വാദിഷ്ടവുമാണ് ഇതിൻ്റെ ഏറ്റവും ഇത്. ഇതിലൊരു മഞ്ഞപ്പാട് വന്നാൽ ചെറിയൊരു കയ്പ് പോലെ വരും, അത് കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരുപാട് പോഷകഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലെ ചുളിവുകളും യുവത്വമൊക്കെ നിലനിർത്തുന്നതിനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. ഇത് ചെറുതായിട്ട് ഇങ്ങനെ നടന്ന് താഴോട്ട് വീഴുമ്പോഴേ നമുക്ക് ഈ പർപ്പിൾ കളറാകുമ്പോഴേ ഇത് നല്ലപോലെ പറിക്കാൻ പരുവമാണ്. പോഷകങ്ങളുടെ കലവറയാണ് ഈ മാങ്കോസ്റ്റിൻ. ഇത് നമ്മുടെയൊക്കെ പഴങ്ങളുടെ രാജാവെന്ന് ഉണ്ടല്ലോ, അതിൽ രാജ്ഞിയാണ് ഈ മംഗോസ്റ്റിൻ. ഈ പർപ്പിൾ കളറായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളമായിട്ട് ഇത് പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. എല്ലാം പഴുത്തിരിക്കുന്ന ഒരു ഈ പർപ്പിൾ കളറിലേക്ക് മാറുമ്പോഴേക്കും ഇതെല്ലാം പഴുത്തിരിക്കുന്നതാണ്. പിന്നെ ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായ ഒന്നാണ് ഈ മംഗോസ്റ്റിൻ. അതായത് നമ്മുടെ ചർമ്മം ചുളിവുകളൊന്നും വരാതെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഈ മാങ്കോസ്റ്റിൻ. ഇന്തോനേഷ്യയിലാണ് ഇത് ധാരാളമായിട്ടൊക്കെ കണ്ടുവരുന്നത്. നമ്മൾ ഈ ആഴ്ചയിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ നദീതീരങ്ങളിലൊക്കെയാണ് ഇത് ധാരാളം വെച്ചുപിടിപ്പിച്ചാൽ വളർന്നു വരുന്ന ഒരു